യുക്രൈനിൽ നിന്നുള്ള ഓരോ വാർത്തയും യഥാർത്ഥത്തിൽ ഡൊണാൾഡ് ട്രംപിനും നാറ്റോ രാജ്യങ്ങൾക്കും ശുഭകരമായിട്ടുള്ളതല്ല. യുക്രൈൻ പരാജയത്തിന്റെ വക്കിലാണെന്നും റഷ്യയുടെ നിബന്ധനകൾക്ക് വഴങ്ങുക എന്നതല്ലാതെ അവർക്ക് മറ്റു വഴികളില്ലെന്നും വ്യക്തമാണ്. അമേരിക്കയും നാറ്റോയും എത്ര പിന്തുണ നൽകിയാലും റഷ്യയുമായുള്ള പോരാട്ടത്തിൽ യുക്രൈൻ ദയനീയമായി തോൽക്കുമെന്നതാണ് നിലവിലെ സ്ഥിതിഗതികൾ സൂചിപ്പിക്കുന്നത്. ഓരോ കാലത്ത് റഷ്യയെ ദുർബലപ്പെടുത്താനുള്ള തന്ത്രമായി കണ്ടിരുന്ന യുക്രൈൻ യുദ്ധം ഇപ്പോൾ പാശ്ചാത്യ ലോകത്തിന് ഒരു പേടി സ്വപ്നമായി മാറിയിരിക്കുകയാണ്. സുശക്തമായതും സംഘടിതവുമായ സൈനിക ശേഷി, അത്യാധുനിക ആയുധങ്ങളുടെ വിപുലമായ ശേഖരം, അതിഗംഭീരമായ ആസൂത്രണം, ശക്തമായ നേതൃത്വം എന്നിവയെല്ലാം റഷ്യയുടെ കരുത്താണ്. ഇതൊക്കെ ഉണ്ടായിട്ടും യുക്രൈൻ ജനത സ്വന്തം ജനങ്ങളാണെന്ന ചിന്ത കാരണം റഷ്യ യുദ്ധത്തിൽ പലപ്പോഴും പരിധികൾ ലംഘിച്ചിട്ടില്ല എന്നതും ശ്രദ്ധേയമാണ്. ഈ സമീപനം യുക്രൈനെതിരായ യുദ്ധത്തിൽ റഷ്യയ്ക്ക് ഒരുതരം ധാർമ്മിക മേൽക്കോയ്മയും നൽകുന്നുണ്ട്. അത് സൈനിക നീക്കങ്ങളിൽ പോലും പ്രതിഫലിക്കുന്നുമുണ്ട്. ഏകദേശം 3 വർഷങ്ങളായി തുടരുന്ന ഈ സംഘർഷത്തിൽ നാറ്റോ രാജ്യങ്ങളിൽ നിന്ന് യുക്രൈന് ആയുധങ്ങളും പണവും പരിശീലനവും അടക്കം വലിയ സഹായങ്ങൾ ഒഴുകിയെത്തുകയും ചെയ്തു. റഷ്യയെ തോൽപ്പിക്കാൻ എന്തും ചെയ്യാൻ തയ്യാറായി അമേരിക്കയും നാറ്റോയും യുക്രൈനോടൊപ്പം നിന്നു. എന്നാൽ ഇതെല്ലാം റഷ്യയുടെ മുന്നേറ്റത്തെ തടയാൻ പര്യാപ്തമായില്ലെന്ന് മാത്രമല്ല, നിലവിലെ സാഹചര്യത്തിൽ ഈ സഹായങ്ങൾക്കൊന്നും റഷ്യൻ സൈനിക മുന്നേറ്റത്തെ കാര്യമായി ബാധിക്കാൻ കഴിയുന്നുമില്ല. ഇത് പാശ്ചാത്യ രാജ്യങ്ങളുടെ സൈനിക തന്ത്രങ്ങളെയും സഹായങ്ങളുടെ ഫലപ്രാപ്തിയും ചോദ്യം ചെയ്യുന്ന ഒന്നുകൂടിയാണ്. പുതുതായി യൂറോപ്യൻ രാജ്യങ്ങൾ വാഗ്ദാനം ചെയ്തിട്ടുള്ള പാട്രിയോട്ട് ബാറ്ററികളും ഓസ്ട്രേലിയയിൽ നിന്നുള്ള M1 അംബ്രോസ് ടാങ്കുകളും റഷ്യൻ കവചിത ബ്രിഗേഡുകളെ നേരിടാൻ പര്യാപ്തമല്ല എന്നാണ് വിദഗ്ധരുടെ വിലയിരുത്തൽ. റഷ്യയുടെ FPV ഡ്രോൺ, പീരങ്കികൾ, ATGM മേധാവിത്വം എന്നിവയെ മറികടക്കാൻ യുക്രൈന് നിലവിൽ സാധ്യമല്ലെന്ന് CEPA പോലുള്ള പാശ്ചാത്യ വിശകലന വിദഗ്ധർ പോലും സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. അമേരിക്ക ഒരു വർഷം 500-600 PSC-3 ഇന്റർസെപ്റ്ററുകൾ മാത്രമാണ് ഉൽപ്പാദിപ്പിക്കുന്നത്. എന്നാൽ റഷ്യ പ്രതിമാസം 200-ലധികം മിസൈലുകൾ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. ഇത് യുക്രൈൻ പ്രതിരോധത്തെ എളുപ്പത്തിൽ തകർക്കാനും റഷ്യയ്ക്ക് തടസ്സങ്ങളില്ലാതെ മുന്നോട്ട് പോകാനും സഹായിക്കുകയും ചെയ്യുന്നു. ഈ കണക്കുകൾ യുദ്ധഭൂമിയിലെ റഷ്യയുടെ ദീർഘകാല ശേഷി എടുത്തു കാണിക്കുന്നവയാണ്. യുക്രൈന്റെ പരാജയം സൈനികപരമായ കാര്യങ്ങളിൽ മാത്രം ഒതുങ്ങുന്നതല്ല. രാജ്യത്തിന്റെ സമ്പദ് വ്യവസ്ഥ പൂർണ്ണമായി തകർന്നു. നേതൃത്വം ദുർബലമാണ്. സൈന്യത്തിന്റെ മനോവീര്യം ക്ഷയിച്ചുകൊണ്ടിരിക്കുന്നു. സൈന്യങ്ങളുടെ എണ്ണത്തിൽ ഉണ്ടാകുന്ന കുറവും പുതിയ നിയമനങ്ങൾ ഇല്ലാത്തതും പോരാടാനുള്ള ആത്മവിശ്വാസം ഇല്ലാതാക്കുന്നു. യുദ്ധത്തിന്റെ ഭീകരതയും ഭാവിയെക്കുറിച്ചുള്ള അനിശ്ചിതത്വവും പൊതുജനങ്ങളെയും നിരാശരാക്കുകയാണ്. ഈ സാഹചര്യത്തിൽ ഒരു സൈന്യത്തിനും ഫലപ്രദമായി പോരാടാൻ സാധിക്കില്ല എന്നതാണ് യാഥാർത്ഥ്യം. ആയുധങ്ങൾ മാത്രമല്ല, മനോവീര്യവും ഒരു യുദ്ധത്തിൽ നിർണായകമായ ഘടകമാണ്. ഈ മാനസിക തകർച്ച യുക്രൈന്റെ നിലനിൽപ്പിനെ തന്നെ ചോദ്യം ചെയ്യുന്ന ഒന്നുകൂടിയാണ്. യുക്രൈൻ പ്രസിഡന്റ് സെലൻസ്കിയുടെ നിലവിലെ അവസ്ഥ അതീവ പരിതാപകരമാണ്. ഔദ്യോഗിക കാലാവധി കഴിഞ്ഞിട്ടും അധികാരം വിടാൻ അദ്ദേഹത്തിന് പദ്ധതിയില്ലെന്ന് വാർത്താ ഏജൻസികൾ തന്നെ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. യുക്രൈൻ തോൽക്കുകയാണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ സെലൻസ്കി അധികാരത്തിൽ തുടരാൻ ശ്രമിക്കുന്നത് അദ്ദേഹത്തിന്റെ ഭാവിയെക്കുറിച്ചുള്ള ഭയത്തെയും അരക്ഷിതാവസ്ഥയും സൂചിപ്പിക്കുന്നുണ്ട്. യുക്രൈൻ ജനത സെലൻസ്കിയുടെ ഭരണത്തിൽ യഥാർത്ഥത്തിൽ അതൃപ്തരാണ്. ഭരണവിരുദ്ധ വികാരം ശക്തമായിരിക്കുമ്പോഴും ആളുകളെയും മാധ്യമങ്ങളെയും നിയന്ത്രിക്കാനാണ് സെലൻസ്കി കൂടുതലും ശ്രമിക്കുന്നത്. ഇത് അദ്ദേഹത്തിന്റെ കടുത്ത നിരാശയും ഭയവുമാണ് വ്യക്തമാക്കുന്നത്. രാജ്യത്തിന്റെ തകർച്ചയുടെ ഈ ഘട്ടത്തിൽ ഒരു സുസ്ഥിരമായ നേതൃത്വത്തിന്റെ അഭാവം യുക്രൈന്റെ പരാജയത്തിന് ആക്കം കൂട്ടുകയും ചെയ്യും. റഷ്യയുമായി വർക്കിംഗ് ഗ്രൂപ്പുകൾ വഴി സംസാരിക്കാൻ യുക്രൈൻ തയ്യാറാണെന്ന വാർത്തകളാണ് ഇപ്പോൾ പുറത്തു വരുന്നതും. സൈനിക, രാഷ്ട്രീയ, മാനുഷിക വിഷയങ്ങൾ ഈ ഗ്രൂപ്പുകൾ ചർച്ച ചെയ്യും. റഷ്യയുടെ നിബന്ധനകൾക്ക് വഴങ്ങാൻ യുക്രൈൻ നിർബന്ധിതമാവുന്നതിന്റെ വ്യക്തമായ സൂചനയാണിത്. യുദ്ധക്കളത്തിൽ മാത്രമല്ല, നയതന്ത്രത്തിലും റഷ്യ വിജയം നേടുന്നു എന്നതിന്റെ ഏറ്റവും വലിയ അടയാളം കൂടിയാണിത്. ശക്തമായ സൈനിക ശക്തിയോടെ മുന്നോട്ട് പോവുക, റഷ്യയെ തടയാൻ നാറ്റോയ്ക്ക് കഴിയില്ലെന്ന് ലോകത്തെ ബോധ്യപ്പെടുത്തുക, യുക്രൈനെ ചർച്ചകൾക്ക് പ്രേരിപ്പിക്കുക, സമാധാന ചർച്ചകളുടെ നിയന്ത്രണം ഏറ്റെടുക്കുക, ഇതെല്ലാം ഇപ്പോൾ യാഥാർത്ഥ്യമായിക്കൊണ്ടിരിക്കുകയാണ്. ഇനിയൊരു പോരാട്ടത്തിനുള്ള ശേഷി യുക്രൈൻ അവശേഷിക്കുന്നുണ്ടോ എന്നതും സംശയമായി നിലനിൽക്കുന്നു. സമാധാന ചർച്ചയുടെ റഷ്യൻ പാതയിലാണ് നിലവിൽ യുക്രൈൻ ഇപ്പോൾ ഉള്ളത്. ഈ സാഹചര്യത്തിൽ നാറ്റോ രാജ്യങ്ങൾ കാഴ്ചക്കാരായി നിൽക്കേണ്ട അവസ്ഥയിലാണ്. റഷ്യയുടെ തന്ത്രപരമായ നയതന്ത്രം അവരുടെ സൈനിക വിജയങ്ങളെ പൂർണ്ണമാക്കുന്നുണ്ട്. യുക്രൈനുമായുള്ള യുദ്ധം തുടരുന്നതിനോടൊപ്പം തന്നെ റഷ്യയുടെ തന്ത്രപരമായ നീക്കങ്ങൾ ലോകത്തിന്റെ മറ്റ് ഭാഗങ്ങളിലും പ്രതിഫലിക്കുന്നുണ്ട്. കാസ്പിയൻ കടലിൽ ഇറാനുമായി ചേർന്ന് കാസറക്സ് 2025 എന്ന 3 ദിവസത്തെ സംയുക്ത സൈനിക അഭ്യാസം റഷ്യ സംഘടിപ്പിച്ചു. ഇരു രാജ്യങ്ങളിലെയും നാവികസേനകളും ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്സിലെ അംഗങ്ങളും ഇതിൽ പങ്കെടുക്കുകയും ചെയ്തു. അമേരിക്കയും സഖ്യകക്ഷികളും എന്ത് ചെയ്യണമെന്നറിയാതെ പകച്ചു നിൽക്കുമ്പോഴാണ് റഷ്യ
റഷ്യയുടെ ഈ നീക്കം. ഇത് റഷ്യയുടെ വർദ്ധിച്ചു വരുന്ന ആഗോള സ്വാധീനത്തെ, പാശ്ചാത്യ ശക്തികളെ വെല്ലുവിളിക്കാനുള്ള അവരുടെ കഴിവിനെയും എടുത്തു കാണിക്കുന്നു. കാസ്പിയൻ മേഖലയിലെ മറ്റ് രാജ്യങ്ങളിൽ നിന്നുള്ള നിരീക്ഷകരും ഈ അഭ്യാസത്തിൽ പങ്കെടുത്തു. കാസ്പിയൻ കടലിന് ചുറ്റുമുള്ള രാജ്യങ്ങളിലെ നാവികസേനകൾ തമ്മിലുള്ള സമുദ്ര സുരക്ഷയും സഹകരണവും വർദ്ധിപ്പിക്കുക എന്നതാണ് ഈ അഭ്യാസങ്ങളുടെ പ്രധാന ലക്ഷ്യം. റഷ്യ, കസഖിസ്ഥാൻ, തുർക്ക്മെനിസ്ഥാൻ, ഇറാൻ, അസർബൈജാൻ എന്നീ 5 രാജ്യങ്ങളാണ് കാസ്പിയൻ കടലിന്റെ അതിർത്തി പങ്കിടുന്നത്. ഈ രാജ്യങ്ങൾ ഒരുമിച്ച് നടത്തുന്ന സംയുക്ത സൈനിക അഭ്യാസം റഷ്യയെ കൂടുതൽ കരുത്തരാക്കുകയും ചെയ്യും. റഷ്യയുടെ പതനം സ്വപ്നം കാണുന്ന അമേരിക്കയെയും മറ്റ് നാറ്റോ രാജ്യങ്ങളെയും ഇത് കാര്യമായി തന്നെ ബാധിക്കും. റഷ്യയെ തോൽപ്പിക്കാൻ ഒരുങ്ങി പാശ്ചാത്യ രാജ്യങ്ങൾ ഭീകരമായ പ്രത്യാഘാതങ്ങളിലേക്ക് നീങ്ങുന്നു എന്നതിന്റെ വ്യക്തമായ സൂചനയാണിത്. ഇത് ആഗോള ശക്തി സന്തുലിതാവസ്ഥയിൽ ഒരു വലിയ മാറ്റവും വരുത്തും. യുദ്ധം റഷ്യയ്ക്കും യുക്രൈനും വലിയ നാശനഷ്ടങ്ങളാണ് വരുത്തി വെച്ചിട്ടുള്ളത്. എന്നാൽ റഷ്യൻ ബ്യൂറോ ഓഫ് മിലിറ്ററി പൊളിറ്റിക്കൽ അനാലിസിസ് എക്സ്പെർട്ട് ആയിട്ടുള്ള നിക്കോളായ് കോസ്റ്റിക്കിന്റെ നിരീക്ഷണത്തിൽ റഷ്യൻ യുക്രൈൻ ജനതയുടെ സർവനാശമാണ് പാശ്ചാത്യ ശക്തികൾ ആഗ്രഹിക്കുന്നത്. യുക്രൈനെ പിന്തുണയ്ക്കാനുള്ള അവരുടെ തീരുമാനം പോലും ഈ ഒരു ആശയത്തെ പിൻപറ്റിയാണ്. റഷ്യയെ ദുർബലപ്പെടുത്താനുള്ള ഒരു ഉപാധിയായി യുക്രൈനെ ഉപയോഗിക്കുക എന്ന പാശ്ചാത്യ തന്ത്രം അത്യധികമായി യുക്രൈനെ തന്നെ തകർക്കുന്ന കാഴ്ചയാണ് ഇപ്പോൾ കാണാൻ കഴിയുന്നത്. റഷ്യ ആഗ്രഹിക്കാത്ത ഒരു യുദ്ധമായിരുന്നു ഇത്. സമാധാന ചർച്ചകൾ ഫലം കണ്ടാൽ ഭാവിയെ നിശ്ചയിക്കുന്നത് റഷ്യയായിരിക്കും. ശക്തിയും ബുദ്ധിയും ഒരുപോലെ പ്രയോഗിക്കുന്ന റഷ്യയാണ് നിലവിൽ മുന്നിൽ നിൽക്കുന്നത്. റഷ്യയുടെ നിർദ്ദേശങ്ങൾ അംഗീകരിക്കാനുള്ള യുക്രൈന്റെ തീരുമാനം യുദ്ധത്തിലും സമാധാനത്തിലും റഷ്യയുടെ വലിയ വിജയത്തെയാണ് കാണിക്കുന്നത്. യുക്രൈൻ യുദ്ധം ആഗോള രാഷ്ട്രീയത്തിൽ ഒരു വഴിത്തിരിവായി മാറിക്കൊണ്ടിരിക്കുകയാണ്. പാശ്ചാത്യ രാജ്യങ്ങളുടെ തന്ത്രപരമായ പിഴവുകളും റഷ്യയുടെ സൈനിക നയതന്ത്ര മേൽക്കോയ്മയും ഒരു പുതിയ ലോകക്രമത്തിന് വഴിയൊരുക്കുക എന്ന ചോദ്യമാണ് ഇവിടെ പ്രസക്തമായി നിൽക്കുന്നത്.